ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനി MSC അവരുടെ 2025 ഏഷ്യ യൂറോപ്പ് സ്ഥിരം ചരക്കുപാതയിൽ ഉൾപ്പെടുത്തി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ശേഷം വികസനത്തിന്റെ പുത്തൻ മുഖമായി മാറും. 78 വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ഒരു സർവേ. ഈ സർവേയിലൂടെ വിഴിഞ്ഞത്തിന്റെ വികസന സാധ്യതകളെ തിരിച്ചറിഞ്ഞ ഒരാളുണ്ട് അനന്തപുരിയിൽ. ജി ഗോവിന്ദ മേനോൻ എന്ന ജി മേനോൻ. തിരുവനന്തപുരം കവടിയാർ ശ്രീ ബാലസുബ്രഹ്മണ്യ കോവിലിലെ വീട്ടിൽ വാർദ്ധക്യത്തിന്റെ അവശതകളിലും ഇന്നും ബ്രിട്ടീഷുകാരോടൊപ്പമുള്ള ഓർമ്മകൾ അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. തിരുവിതാംകൂർ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിലെ എഞ്ചിനീയർ ആയിരുന്ന സമയത്താണ് വിഴിഞ്ഞത്ത് തുറമുഖത്തിന് സാധ്യതയുണ്ട് എന്ന ആദ്യത്തെ പഠന റിപ്പോർട്ട് ജി മേനോൻ ഉൾപ്പെട്ട സംഘം സർക്കാരിന് സമർപ്പിക്കുന്നത്. തന്റെ 40കളിൽ ഇംഗ്ലണ്ട് ആസ്ഥാനമായ ഹാർബർ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ നിന്നെത്തിയ ബ്രിട്ടീഷുകാരനായ ഒരു ഉദ്യോഗസ്ഥനോടൊപ്പം തീരത്ത് നിന്നും 1 നോട്ടിക്കൽ മൈൽ ദൂരെ വരെയുള്ള തിരമാലകളെ പഠിക്കാൻ കട്ടമരത്തിൽ പുറപ്പെട്ട കഥ 102ാം വയസ്സിലും അദ്ദേഹം മറന്നിട്ടില്ല. 40കളുടെ അവസാനത്തിലാണ് അന്നത്തെ രാജഭരണം വിഴിഞ്ഞത്തൊരു തുറമുഖം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. പ്രാഥമിക സർവേ നടത്താൻ ബ്രിട്ടീഷ് വിദഗ്ധരെ തന്നെ ചുമതല ഏൽപ്പിച്ചു. അന്ന് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം ബാച്ച് വിദ്യാർത്ഥിയായി പഠിച്ചിറങ്ങിയ ജി മേനോനും സംഘത്തിലെ അംഗമായി. 1946ലും 49ലും സർവേ നടന്നു. ലെഡ് സൗണ്ടിംഗ് റോപ്പ്, സൗണ്ടിംഗ് സെക്ലൻഡ് തുടങ്ങിയ സർവേ ഉപകരണങ്ങൾ ക്ലാവ് പിടിക്കാത്ത ഓർമ്മയായി മേനോന്റെ മനസ്സിലുണ്ട്. സർവേയുടെ ഫലങ്ങൾ ബ്രിട്ടനിലേക്ക് അയച്ചു. അത് പ്രോജക്ട് റിപ്പോർട്ടാക്കി തിരിച്ചയച്ചു. എങ്കിലും രാഷ്ട്രീയ മാറ്റം പദ്ധതി അനിശ്ചിതത്വത്തിലാക്കി. മേനോൻ മറ്റു ചുമതലകളിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. 20 മീറ്ററോളം ആഴമുള്ള കടലിന് മുകളിൽ 800 മീറ്റർ വാർഫ്. പഴയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ കണക്കുകളെ മനക്കണക്ക് കൊണ്ട് ഹരിച്ച് ഗുണിച്ചു നോക്കി. ഇല്ല, ഇത്രയും വലുപ്പമുള്ള തുറമുഖമായിരുന്നില്ല ഞങ്ങൾ അന്ന് കണക്ക് കൂട്ടിയത്. ഇതിപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയുമൊക്കെ കാണാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യമായി കരുതുന്നതായി അദ്ദേഹം പറഞ്ഞു. അന്ന് സർവേക്ക് സഹായിച്ചവർ ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികൾ തുറമുഖം എത്രയും വേഗം വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന വിവരവും മേനോൻ ഓർത്തെടുത്ത് പറയുന്നു. കേരളത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കടൽ തീരമാണ് വിഴിഞ്ഞം. 8 മുതൽ 14ാം നൂറ്റാണ്ട് വരെ രാജവംശത്തിന്റെ അഭിവൃദ്ധികൾക്ക് കാരണമായ ലോകപ്രശസ്തമായ തുറമുഖങ്ങളിൽ ഒന്ന്. രാജവംശത്തിന്റെ അഭിവൃദ്ധിയിൽ അസൂയമൂത്ത ചോള രാജവംശം കാലാകാലങ്ങളിൽ ആക്രമങ്ങൾ കൊണ്ട് വിഴിഞ്ഞം തുറമുഖം നശിപ്പിച്ചുവെന്നും ചരിത്രം പറയുന്നു. നിരന്തരമുള്ള ആക്രമണങ്ങളിൽ തകർന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ സാധിച്ചില്ല. അന്താരാഷ്ട്ര തുറമുഖത്തിന് വേണ്ട മാനദണ്ഡങ്ങളായ അന്താരാഷ്ട്ര കപ്പൽ പാതയുടെ സാമീപ്യം, തീരത്തു നിന്നും 1 നോട്ടിക്കൽ മൈൽ അകലം വരെ 24 മീറ്റർ സ്വാഭാവിക ആഴം തുടങ്ങിയവയെല്ലാം നിർദ്ദിഷ്ട തുറമുഖത്തിന്റെ സവിശേഷതകളാണ്. ഇതൊക്കെയാണ് ഇവിടെ ഒരു തുറമുഖം എന്ന ചിന്തയിലേക്ക് പിൽക്കാലത്ത് ഭരണകൂടത്തെ നയിച്ചത്. തിരുവിതാംകൂറിൽ നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ദിവാൻ സർ CP രാമസ്വാമി അയ്യരാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ ആദ്യമായി മനസ്സിലാക്കിയതും അതൊരു യാഥാർത്ഥ്യമാക്കാൻ ഇറങ്ങിത്തിരിച്ചതും. പള്ളിവാസൽ പീച്ചിപ്പാറ ഇലക്ട്രിക് പദ്ധതി, തിരുവിതാംകൂറിലെ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതികൾ, പെരിയാർ വന്യമൃഗ സംരക്ഷണം, തിരുവനന്തപുരം കന്യാകുമാരി റോഡ് ദേശവൽക്കരണം, രാജ്യത്താദ്യമായി 88 മൈൽ ദൂരം തിരുവനന്തപുരം കന്യാകുമാരി റോഡ് റബ്ബർ ടാറിംഗ്, പാവപ്പെട്ട കുട്ടികൾക്കായി സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതി, പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറായി മാറിയ ട്രാവൻകൂർ ബാങ്ക്, ആലുവ അലുമിനിയം ഫാക്ടറി, FACT, തിരുവിതാംകൂർ സിമന്റ് ഫാക്ടറി, ടൈറ്റാനിയം, ട്രാവൻകൂർ റയോൺസ്, പിന്നീട് കേരള സർവകലാശാലയായ ട്രാവൻകൂർ സർവകലാശാല, ഇന്ത്യയിൽ ആദ്യമായി സൗജന്യമായ നിർബന്ധിത വിദ്യാഭ്യാസ പദ്ധതി തുടങ്ങി നിരവധി വികസന പദ്ധതികളുടെ ഉപജ്ഞാതാവായ മികച്ച ഭരണാധികാരിയായിരുന്നു സർ CP. അദ്ദേഹം വിഴിഞ്ഞം തുറമുഖത്തിൽ കണ്ണുവച്ചിരുന്നുവെങ്കിൽ അത് സംസ്ഥാനത്തിന്റെ വികസനത്തിന് എത്രത്തോളം നിർണായകമാണ് എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകാതിരിക്കാൻ വർഷങ്ങളായി മറ്റ് അന്താരാഷ്ട്ര തുറമുഖ ഏജൻസികൾ നിരന്തരം ശ്രമിച്ചിരുന്നു എന്നതും ഇത്തരുണത്തിൽ പ്രസക്തമാണ്. എന്തായാലും അതൊരു യാഥാർത്ഥ്യമാവുകയാണ്. വിഴിഞ്ഞത്തിലൂടെ കേരളവും അന്താരാഷ്ട്ര ഭൂപടത്തിൽ ഇടം പിടിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.